മലപ്പുറക്കാർ ഇന്ന് ചിന്തിക്കുന്നത് കേരളം നാളെ ചിന്തിക്കുന്നു എന്നൊരു പഴഞ്ചൊല്ലുണ്ട്. കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലും ഇപ്പോൾ കാണുന്ന നോൺ വെജിറ്റേറിയൻ സംസ്കാരം ആദ്യമായി തുടങ്ങിയത് മലപ്പുറക്കാരാണ്. പണ്ടുകാലത്ത് കേരളത്തിൽ കമ്മ്യൂണിസ്റ്റുകാർ കൂടുതലായി വെജിറ്റേറിയൻസും കോൺഗ്രസ്സുകാർ കൂടുതലായി നോൺ വെജിറ്റേറിയൻ ഭക്ഷണം ഇഷ്ടപ്പെടുന്നവരുമായിരുന്നു. അതിനു കാരണം പാവപ്പെട്ടവരൊക്കെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലും തൊഴിലാളി സംഘടനകളിലും സംഘടിക്കുകയും 4 കാശുള്ളവരൊക്കെ കോൺഗ്രസ് പോലെയുള്ള മുതലാളിത്ത പാർട്ടികളിൽ ചേക്കേറുകയും ചെയ്തതുകൊണ്ടാണ്. എന്നാൽ മലപ്പുറത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് വേണ്ടത്ര വേരോട്ടമില്ലാത്തതുകൊണ്ട് കോൺഗ്രസ്സുകാരും മുസ്ലിം ലീഗുകാരും തമ്മിലായിരുന്നു സമൂഹത്തിൽ ചേരിതിരിവുണ്ടായിരുന്നത്. യാഥാസ്ഥികമായ രീതിയിൽ കാര്യങ്ങൾ നോക്കിക്കാണുന്ന ആളുകൾ മുസ്ലിം ലീഗിലും, ആര്യാടൻ മുഹമ്മദിനെ പോലെയും ആര്യാടൻ ഷൗക്കത്തിനെ പോലെയും അല്പം വ്യത്യസ്തമായി ചിന്തിക്കുന്നവർ കോൺഗ്രസ് പാർട്ടിയിലും ചേരുന്നത് മലപ്പുറത്ത് ഒരു പാറ്റേൺ ഉണ്ടാക്കി. എങ്കിലും കാലക്രമേണ കോൺഗ്രസ് സംസ്കാരത്തിന് മലപ്പുറത്ത് വിലയില്ലാതാവുകയും മുസ്ലിം ലീഗിൻ്റെ അതിപ്രസരം ജില്ലയെ കീഴടക്കുകയും ചെയ്തു. മലപ്പുറത്തുള്ള ജനങ്ങൾ കൂടുതലായി സൗദി അറേബ്യയിൽ ജോലി ചെയ്യുന്നതുകൊണ്ട് സൗദി അറേബ്യൻ സംസ്കാരം മലപ്പുറത്ത് വേരുപിടിച്ചത് വളരെ പെട്ടെന്നാണ്. മലപ്പുറക്കാർ കേരളത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും ബിസിനസ്സും ജോലിയുമായി താമസിക്കുന്നതുകൊണ്ട് അവർക്ക് സൗദി അറേബ്യൻ സംസ്കാരം പ്രചരിപ്പിക്കുവാൻ എളുപ്പത്തിൽ സാധിച്ചു. എന്ന് മാത്രമല്ല, പരമ്പരാഗതമായ കേരളീയ സംസ്കാരത്തിൻ്റെ ലാളിത്യം പുതിയ തലമുറയ്ക്ക് ഇഷ്ടപ്പെടാത്തതുകൊണ്ട് മലപ്പുറക്കാർ മുന്നോട്ട് വെച്ച അറേബ്യൻ സംസ്കാരമാണ് അവർക്ക് കൂടുതൽ സ്വീകാര്യമായി അനുഭവപ്പെട്ടത്. സൗദി അറേബ്യ പോലെ ശമ്പളം കുറഞ്ഞ തൊഴിലാളികളെ പീഡിപ്പിക്കുന്ന ഒരു രാജ്യത്ത് മലയാളികൾ വലിയ വിഷമത്തോടെ ജീവിക്കുമ്പോൾ മലപ്പുറക്കാർ സൗദി അറേബ്യൻ സാഹചര്യങ്ങളുമായി ഇണങ്ങിച്ചേരുകയും കേരളത്തിൽ പട്ടിണി കിടക്കുന്നതിനേക്കാൾ നല്ലത് സൗദി അറേബ്യയിൽ പോയി കഷ്ടപ്പെട്ട് അവകാശങ്ങളില്ലാത്ത തൊഴിലാളികളായി ജോലി ചെയ്യുന്നതാണ് എന്ന് തിരിച്ചറിയുകയും ചെയ്തു. പതിയെ ഈ തിരിച്ചറിവ് കേരളത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലേക്കും പടരുകയും ഗൾഫിൽ ജോലിയുള്ളത് ഒരു ഇടക്കാല ആശ്വാസമോ ജീവിതകാലം മുഴുവൻ നീണ്ടു നിൽക്കുന്ന ഒരു മുഴുവൻ കാല ആശ്വാസമോ ആക്കി മാറ്റുവാൻ എല്ലാ ജില്ലക്കാർക്കും സാധിച്ചു. മലപ്പുറക്കാർ 20 വർഷം മുമ്പ് ചിന്തിച്ചത് ഇപ്പോൾ മലയാളികളെല്ലാം ചിന്തിക്കാൻ തുടങ്ങിയിരിക്കുന്നു.